നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കുകളിലാണെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ കേരളത്തിൽ അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് BSc നഴ്സിംഗിന് അഡ്മിഷൻസ് നോക്കുന്ന കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഏതാനും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മിക്കവാറും വരുന്ന മാനേജ്മെന്റ് അസോസിയേഷനുകളുടെയൊക്കെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൽ എടുത്തു പറയേണ്ടത് PNC മാക്കിൻ്റെയും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷൻ്റെയും റാങ്ക് ലിസ്റ്റുകളാണ്. അപ്പോൾ ഈ രണ്ട് റാങ്ക് ലിസ്റ്റുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കുറേയും കൂടെ മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് കേരളത്തിലായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനെ നോക്കിക്കഴിഞ്ഞാൽ 90% മുകളിലേക്കുള്ള കുട്ടികളാണ് 3000 റാങ്കിലും ആ റേഞ്ചിലൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികളാണ് കേരളത്തിൽ വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം. കൂടാതെ PNC മാക്കിലെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4500 കൂടുതൽ കുട്ടികളാണ് 90% മുകളിൽ മാർക്കുള്ള കുട്ടികളായിട്ട് ഉള്ളത്. അപ്പോൾ ഈ 90% കട്ട് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേങ്കിൽ ഈ ഒരു വർഷം വരാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അത് 89%ലേക്കൊക്കെ വന്നിരുന്നു. എങ്കിലും നമുക്കറിയാവുന്നതുപോലെ തന്നെ മാർക്കുള്ള കുട്ടികൾ ഇപ്പോഴും കേരളത്തിലുണ്ടെന്നുള്ളതാണ് ഈ റാങ്ക് ലിസ്റ്റുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. ഇനിയിപ്പോൾ LBSന്റെ റാങ്ക് ലിസ്റ്റ് കൂടെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പോൾ LBSന്റെ റാങ്ക് ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുന്നത് തന്നെ ആയിരിക്കും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, PNC മാക്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനിലും ഒക്കെ ആയിട്ട് ഏകദേശം 1000-ൽ താഴെ സീറ്റുകൾ മാത്രമാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ ഒരു റാങ്കിലുള്ള കുട്ടികൾ ഏകദേശം 2500-3000 റാങ്ക് വരെയുള്ള കുട്ടികൾ ഏകദേശം ഒരു പരിധി വരെ സേഫ് ആയിരിക്കും. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരാം. പക്ഷേ അതിന് മുകളിലേക്കുള്ള കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ലാസ്റ്റ് റൗണ്ടുകൾ മാത്രമായിരിക്കും നമുക്ക് അഡ്മിഷൻസ് നേടാനുള്ള സാധ്യതകൾ ഉണ്ടാവുക. അപ്പോൾ LBSൽ വരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ കുറേയൊക്കെ റിസർവേഷൻ കാറ്റഗറിയിലെ കുട്ടികൾക്കായിട്ട് മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 90% മുകളിലേക്കുള്ള കുട്ടികളാണ് ഈ ഒരു വർഷവും കേരളത്തിലായിട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾ തന്നെ കേരളത്തിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ ഒരു വർഷം വളരെയധികം ഡിലേ ആയിട്ടാണ് കേരളത്തിലെ അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർണാടകയിലൊക്കെ ആണെങ്കിലും എൻട്രൻസ് എക്സാംസിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ ഇപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പല കോളേജുകളിലും കുട്ടികളൊക്കെ മാർക്കുള്ള കുട്ടികളാണെങ്കിലും ഈ കാസിറ്റി എൻട്രൻസ് വഴി സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് പോലെയുള്ള ടോപ്പ് ലെവലായിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുത്ത് കൺഫേം ആക്കിയിട്ടുമുണ്ട്. ഇത് കൂടാതെ തന്നെ ഓൾറെഡി അപ്ലൈ ചെയ്ത കുട്ടികൾ നീറ്റ്, കീമ തുടങ്ങിയുള്ള മറ്റുള്ള സ്ട്രീമുകളിലേക്കുള്ള ഓപ്ഷൻസും നോക്കിയിട്ടുള്ള കുട്ടികളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ തന്നെ ഒരു പക്ഷേങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നും മാറിപ്പോകുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിയുമ്പോഴാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് എത്ര കുട്ടികൾ ആക്റ്റീവായിട്ട് ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും കുറച്ച് ഡിലേ വന്നതുകൊണ്ട് തന്നെ കുറേ കുട്ടികളൊക്കെ തന്നെ പൊഴിഞ്ഞു പോയിട്ടിരുന്നു. ഈ ഒരു വർഷം നല്ല രീതിയിൽ ഡിലേ സംഭവിച്ചതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും അലോട്ട്മെന്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങുന്നതോടെ വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ മൂവ്മെന്റുകൾ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. എങ്കിലും നമുക്ക് ഏകദേശം സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്കോടുകൂടി തന്നെ ഫസ്റ്റ് അലോട്ട്മെന്റുകൾ PNC മാക്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റിലും ഒക്കെ വന്നു തുടങ്ങുന്നതാണ്. ഇത് കൂടാതെ തന്നെ LBSന്റെ ആണെങ്കിൽ ഇതുവരെയും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻസ് തുടങ്ങുക. വീണ്ടും മോക്ക് അലോട്ട്മെന്റുകൾക്ക് ശേഷമാണ് മെയിൻ അലോട്ട്മെന്റുകൾ വന്നു തുടങ്ങുകയുള്ളൂ. അപ്പോൾ LBSൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെപ്റ്റംബർ സെക്കൻഡ്, തേർഡ് വീക്കിലേക്കൊക്കെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഒക്ടോബറിലേക്കൊക്കെ ആയിരിക്കും ക്ലാസ്സുകളൊക്കെ തുടങ്ങും. ഒക്ടോബർ എൻഡിലേക്കൊക്കെ ക്ലാസ്സുകൾ തുടങ്ങുന്ന തീയതികളൊക്കെ മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ പൊതുവെ നല്ല രീതിയിലുള്ള ഡിലേ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ 90% താഴോട്ടുള്ള കുട്ടികൾ, അതിൽ എടുത്തു പറയേണ്ടത് 88% താഴോട്ടുള്ള കുട്ടികൾ കേരളത്തിൽ മെറിറ്റ് ബേസിസിൽ അഡ്മിഷൻസ് കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്ത പല കുട്ടികളും 60%, 70%, 80% വരെ മാർക്കുള്ള കുട്ടികളൊക്കെ തന്നെ കേരളത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കി നിൽക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനിയെങ്കിലും കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാൻ ശ്രമിക്കുക. കാരണം മുന്നോട്ട് പോകുന്തോറും നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിട്ടെന്ന് വരാം. LBSന്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളിലേക്ക് ഉണ്ടാവും. കാരണം LBSന്റെ റാങ്ക് ലിസ്റ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും വരുന്ന കുട്ടികൾ, മാർക്ക് കുറവുള്ള കുട്ടികളൊക്കെ തന്നെ പുറത്തേക്ക് ഓടാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ ആ ഒരു സമയത്ത് ഫീസ് കൂടുകയോ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഒന്നും ഇല്ലാത്ത പുതുതായിട്ടുള്ള കോളേജുകളിലേക്കൊക്കെ നിങ്ങൾ മൂവ് ചെയ്തെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇപ്പോഴും നല്ല രീതിയിൽ നല്ല കോളേജുകളൊക്കെ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നഴ്സിംഗ് ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് കാര്യങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഓണത്തിന്റെ വെക്കേഷനിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കണം താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഗൈഡൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. ഏറ്റവും മികച്ച കോളേജുകളിൽ നിങ്ങളുടെ ഫീസ് അഫോർഡബിലിറ്റി മനസ്സിലാക്കി നമ്മൾ അഡ്മിഷൻസിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതുമാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.